എത്ര പേർക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടമുണ്ട്? ഇതൊരു സ്റ്റോറിയാണ് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണ് ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, എന്തൊക്കെയാണ് ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന കാര്യം. അതിന് നല്ലൊരു വ്യൂ ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ കുറേ ഫാബ്രിക് കളക്ഷനെ കുറിച്ചിട്ടാണ്. ഫാബ്രിക് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോ ഓർഡറിനനുസരിച്ചിട്ട് മെറ്റീരിയൽസ് വാങ്ങി വെക്കാറുണ്ട്. പിന്നെ ഞാൻ പുതിയതായിട്ട് ചെയ്യുന്ന ഓർഡേഴ്സിന് പുതിയ മെറ്റീരിയൽസ് കണ്ടുപിടിക്കാറുണ്ട്. ഈ ഒരു മെറ്റീരിയൽ ഇറക്കി ഈ ഒരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സെയിൽ വരും എന്ന് ഉറപ്പുള്ള കുറച്ച് പ്രിൻറ്റിൻ്റെ കളക്ഷൻസ് ഞാൻ വാങ്ങി വെച്ച് പുതിയ ഡിസൈനുള്ള ഡ്രസ്സുകൾ ഇറക്കാറുണ്ട്. അത് ചിലതൊക്കെ നല്ല ഹിറ്റ് ആവാറുണ്ട്, ചിലതൊക്കെ 1-2 ഓർഡേഴ്സിൽ നിൽക്കാറുമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുള്ള കുറേ ഫാബ്രിക്കിൻ്റെ കളക്ഷൻസാണിത്. ഇതിൽ ഒത്തിരി ടൈപ്സ്, ഒരുപാട് ടൈപ്പുള്ള ഫാബ്രിക്സ് ഉണ്ട്. സ്ട്രൈപ്പ് ഉള്ളതുണ്ട്, ബ്ലോക്ക് പ്രിൻ്റ് ഉള്ളതുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ജോർജറ്റിൻ്റെ ഡബിൾ ഷെയ്ഡ്സ് വരുന്ന പോലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ഇതൊക്കെ ഓരോ കസ്റ്റമറിന് ഇഷ്ടമനുസരിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ്. ഇത് കൂടാതെ ഞാൻ പ്ലെയിൻ ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കാറുണ്ട്. എംബ്രോയ്ഡറിയാണ് ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഒരുപാട് കളക്ഷൻസും ഇറക്കാറുണ്ട്. അപ്പോൾ ഈ ഫാബ്രിക്കൊക്കെ ഞാൻ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ വീഡിയോസ് വീണ്ടും കണ്ടിന്യൂ ആയിട്ട് കാണേണ്ടതാണ്.